ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്കുലർ കഴിഞ്ഞ ആഴ്ച, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ December 9 ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ നമ്മൾ രണ്ട് നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളായ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിലും വന്ന ന്യൂസും അതുകൂടാണ്ട് ഈ ഒരു സർക്കുലറിന്റെ PDF ഉണ്ട്. അതുമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് പോകാം. അതായത് 2025 പ്രതീക്ഷിത ഒഴിവുകൾ December 25 റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒഴിവുകൾ സംബന്ധിച്ച വിവരം December 31 കൈമാറണം. 2024 December 31 കൈമാറണം. അതുകൂടാണ്ട് എന്താ വീഴ്ച വരുത്തിയ ആ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ എന്താ കർശനമായ നടപടി സ്വീകരിക്കുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2025 പ്രതീക്ഷിത ഒഴിവുകൾ December 25 റിപ്പോർട്ട് ചെയ്യണം. സർക്കാർ വകുപ്പുകളിൽ 2025 ഉണ്ടാവുന്ന പ്രതീക്ഷിത ഒഴിവുകൾ December 25 PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് December 9 സർക്കുലർ പുറത്തിറക്കി. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഒഴിവും ആ ലിസ്റ്റിൽ നിന്ന് തന്നെ നികത്തണം. 6 മാസം അതിലധികമോ ദൈർഘ്യമുള്ള അവധി ഒഴിവുകൾ, മറ്റു സേവന ഒഴിവുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യണം. 3 മുതൽ 6 വരെ മാസത്തെ പ്രസവാവധി ഒഴിവ് ദീർഘകാലം നിലനിൽക്കാനും പുതിയ ഒഴിവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെങ്കിൽ ഈ ഒരു ഒഴിവ് എന്ത് റിപ്പോർട്ട് ചെയ്യണം. 6 മാസം ദൈർഘ്യമുള്ള പ്രസവാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട. എന്നാൽ അവധി 6 മാസത്തിലധികം നീളാനോ പുതിയ ഒഴിവ് ഉണ്ടാകാനോ സാധ്യതയുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അതേപോലെ സ്പെഷ്യൽ റൂൾസ് പ്രകാരം അനുവദനീയമായ തസ്തികമാറ്റ നിയമനം, അന്തർജില്ലാ ഒരു വകുപ്പ് സ്ഥലമാറ്റം, ആശ്രിത നിയമനം, മറ്റു നിയമനങ്ങൾ എന്നിവയ്ക്കായി ഒഴിവുകൾ കണക്കാക്കി നീക്കി വയ്ക്കണം. പിന്നെ വിവിധ വകുപ്പുകൾ ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളെ പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട. ഇവ യഥാർത്ഥ ഒഴിവുകളാകുമ്പോൾ റിപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ NJD ഒഴിവുകളെല്ലാം നിർദ്ദിഷ്ട പ്രവേശന സമയം കഴിഞ്ഞ ഉടൻ തന്നെ PSCക്ക് എന്ത് റിപ്പോർട്ട് ചെയ്യണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനം, ദിവസക്കൂലി കരാർ നിയമനം തുടങ്ങിയവ താൽക്കാലിക നിയമന രീതികളൊന്നും PSC റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള ഒരു തസ്തികയിലും അവലംബിക്കാൻ പാടില്ല. PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് റദ്ദാക്കാനോ പിൻവലിക്കാനോ കഴിയില്ല. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം എന്നിവയിലൂടെ നികത്താനും പാടില്ല. അപ്പോ ഇത് ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് എന്താ സെയിം സാധനം തന്നെയാണ്, സെയിം കണ്ടന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ആ ഒരു PDF-ലേക്ക്, അതായത് ആ ഒരു സർക്കുലറിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് പോകാം. അപ്പൊ ഇതാണ് എന്ത് ചെയ്യാം ആ ഒരു സർക്കുലർ, അതായത് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് PSC നിയമനം 2025 കലണ്ടർ വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ മുൻകൂറായി കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു June 1 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഓരോ വർഷങ്ങളും June 1 തൊട്ട് June 1 എന്ത് ചെയ്യേണ്ടത്, അത് ഒരു അടുത്ത വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ മുൻകൂട്ടി കണക്കാക്കി എന്താ പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവുകളൊന്നും റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകണം. ഓക്കെ, അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത്, എല്ലാ വകുപ്പ് തലവന്മാരും നിയമനാധികാരികളും 2025 കലണ്ടർ വർഷത്തിൽ 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ ഓരോ തസ്തികകളിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കി PSC മുഖേന നികത്തപ്പെടേണ്ട ഒഴിവുകൾ 25/12/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ PSC അറിയിക്കേണ്ടതാണ്. ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ ഒഴിവുകൾ ഇല്ല എന്ന് കേരള PSC അറിയിക്കേണ്ടതാണ്. PSCക്ക് റിപ്പോർട്ട് ചെയ്ത 2025 കലണ്ടർ വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ സംബന്ധിച്ച് വിവരങ്ങൾ 31/12/2024 സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഭരണവകുപ്പിനും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനും താഴെ പറയുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അപ്പോ അതായത് 2025 ജനുവരി 1 മുതൽ ഡിസംബർ 30 വരെയുള്ള കാലയളവിൽ എത്ര ഒഴിവുകളാണ് ഉള്ളതെന്നില്ലാരും ഈ ഒരു December 25 എന്ത് ചെയ്യാം, 2024 December 25 റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവിടെ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.